കേറിവാട മക്കളയിൽ മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഒരു വീഡിയോ. ഒരു ഹോളിഡേ ട്രിപ്പിന് പോവാന്ന് കരുതിയാ മതി. Take care. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. Sure, I'll call you. ആ കൂട്ടുകാരി പെണ്ണൊന്ന് പറഞ്ഞു വിടും. അവിടെ ഇന്ന് കണകുണ സംസാരിച്ച് ആ ശവത്തിന്റെ മനസ്സങ്ങനെ മാറേണ്ടല്ലോ. എല്ലാ പണിയും പാടും. അത് ഇത്രയും നല്ല വിളിച്ച് നീ പോയി കയറ്, വേഗം പോയി കയറ്. ഓക്കെ. ഇത് ഇവിടെ എല്ലാവരും ഈ വീഡിയോ വരുമ്പോഴത്തേക്ക് എല്ലാവരും അത് ശ്രദ്ധിച്ചിരിക്കും. അതായത് മിക്കവാറും നല്ല കോമിക് സീൻസ് ആയിരിക്കും. അപ്പൊ ഇപ്പൊ തന്നെ നല്ല രസമുള്ള ഒരു ഇതാണ്. പക്ഷെ ചോദ്യം വളരെ ഡിഫറെന്റ് ആയിരിക്കും. അവിടാണ് പെട്ടുപോകുന്നത്. ചോദ്യം: ദിലീപ് കയറിയ ട്രെയിനിന്റെ ബോർഡിൽ കാണിച്ചിരിക്കുന്ന സ്ഥലപ്പേരുകൾ ഏതൊക്കെയാണ്? എ. മുംബൈ കന്യാകുമാരി, ബി. ചെന്നൈ ബാംഗ്ലൂർ, സി. മുംബൈ ട്രിവാൻഡ്രം. വെറുതെ കണ്ണടച്ച് ഞാൻ ആലോചിച്ചാൽ മതി. ആ സീൻ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ലാസ്റ്റിൽ ഒരു ബോർഡ് ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. ഒരുപക്ഷെ അത് കുറച്ച് ഫ്രീസായിട്ട് നിന്നെന്ന് തോന്നുന്നു. ചേട്ടൻ പറഞ്ഞ ശരിയാ. നമ്മള് ആക്ടേഴ്സിലോട്ട് പോകുമ്പോൾ നമുക്കിപ്പോൾ വാട്സാപ്പിൽ ചില മെസ്സേജ് വരാറുണ്ട്. കാരണം ചിലപ്പോൾ ഒരു പെൺകുട്ടി ഒരു മൊബൈലുമായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ അവരുടെ വേഷ സംവിധാനം എന്ന് പറയുന്നത് വളരെ വേറൊരു രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആ ചിത്രം കാണുമ്പോഴത്തേക്ക് നമ്മൾ വേറെ ആയിരിക്കും നോക്കുന്നത്. പക്ഷെ അതിന് അടിക്കുറിപ്പ് കാണും. നിങ്ങൾ നോക്കിയതല്ല ചോദ്യം, മൊബൈൽ ഏതാണെന്നാണ് ചോദ്യം എന്ന് പറഞ്ഞാലാണ് നമ്മുടെ അറ്റൻഷൻ കംപ്ലീറ്റ് വേറെ. മുംബൈ കന്യാകുമാരി ഇരിക്കട്ടെ. മുംബൈ കന്യാകുമാരി. ഓക്കെ, മുംബൈ കന്യാകുമാരി ഞാൻ എടുത്തിട്ട് അങ്ങ് പൂട്ടുക. ഓക്കെ, അപ്പോൾ എന്തായാലും ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് കൈനഷ്ടമായി. അപ്പോൾ രണ്ടാമത്തെ സിനിമയാണ് കുലപതി. അതെന്തുകൊണ്ടാണ് ഒരു പടം നഷ്ടം വന്നപ്പം ഞാനൊരു പടം ചെയ്തു. അതായത് അർദ്ധനാരി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് മനസ്സിലായി സിനിമ എന്താണെന്ന്. അതുവരെ പാടിക്കൊണ്ടിരുന്നു. ഞാൻ പ്രിയദർശൻ്റെ കൂടെ എല്ലാ ചിത്രങ്ങൾക്കും ഞാൻ പോയിട്ടുണ്ട് ഷൂട്ടിങ്ങിന്. ലാലിൻ്റെ സന്തത സഹചാരിയായിരുന്നു, എല്ലാമാണ്. പക്ഷേ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് എന്താണെന്നുള്ള കാര്യം മനസ്സിലായി. അത് എൻ്റെ പ്രൊഡ്യൂസറിൻ്റെ പേര് ഞാനല്ല, എൻ്റെ വൈഫ് ലേഖ ശ്രീകുമാറാണ് പ്രൊഡ്യൂസർ പോയി നിട്ടത്. എങ്കിലും ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. പക്ഷെ അതിനുശേഷം നഷ്ടമൊന്നും വന്നില്ല, ഒരു പൈസ പോലും ലാഭവും കിട്ടിയില്ല, രക്ഷപ്പെട്ടു. പിന്നെ ഞാൻ അതിനു വേണ്ടി മുതിർന്നിട്ടേ ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് വിജയകുമാർ ഈ രണ്ടാമത് കുലപതിക്ക് വേണ്ടി മുതിർന്നത്? അതൊരു നല്ല ചോദ്യമാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നമ്മുടെ സ്പേസ് എവിടെയാണെന്നുള്ളത് ഒരു ദൈവനിശ്ചയമുണ്ട്. അതുപോലെ സിനിമ ആണ് എന്നുള്ളതിലായിരിക്കണം. അതാണ് ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി തലസ്ഥാനം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുലപതി ഞങ്ങൾക്ക് പ്രോഫിറ്റ് ആയിരുന്നു. കാരണം വേറൊന്നുമല്ല, ടെക്നിക്കലി ഞങ്ങൾ അപ്പോഴേക്കും ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി. ചേട്ടൻ അറിയാമല്ലോ, ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഏരിയ അറിയാമല്ലോ, വിതരണം. അപ്പോൾ തിയേറ്ററുകാരുടെ ഇതിൽ സപ്പോർട്ടിലൂടെ തന്നെ. സ്വന്തം സ്ഥലം എവിടെയാണ്? തിരുവനന്തപുരം തന്നെ. ഇവിടെ ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടല്ലേ? സ്ഥലം ഒന്നും അപ്പൊ എല്ലാം അച്ഛനാണ്. അച്ഛൻ്റെ ഒരു ഇതിലാണ്. അച്ഛന് ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട് സിനിമയിൽ. അല്ല, അച്ഛൻ അങ്ങനെ എന്താ ഫോഴ്സ്ഫുള്ളി നിർബന്ധിതനാവുകയായിരുന്നു. അല്ലാതെ ഒരു ബന്ധം ഞാൻ ഒരു ബന്ധവും. എത്ര മക്കളാണ്? ഞങ്ങൾ 5 പേരാണ്. 5 പേര്. മറ്റു 4 പേരും പറഞ്ഞില്ലേ വേണ്ട അച്ഛാ? അവരുടെ ആദ്യം പൊട്ടിപ്പോയി. വാക്കെന്ന് മുഖം അല്ല, ആദ്യം പൊട്ടി എന്ന് പറയുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞ ആദ്യം വലുതായിട്ട് അത് ഭയങ്കരമായിട്ട് ഒരു പേര് വന്നു. അപ്പൊ ഒരു ഐഡന്റിറ്റി വരുമ്പോ ഞാൻ ചോദിക്കുന്നത് ബാക്കി 4 പേരും ഒന്നും ഒപ്പോസ് ചെയ്തില്ല. നിങ്ങൾ ഏറ്റവും ഇളയതാണ്. ഞാൻ ഏറ്റവും ഇളയത്. അതുകൊണ്ടാണ്. അപ്പം കമ്പാരിറ്റീവ്ലി കുലപതി ഞങ്ങൾക്ക് പ്രോഫിറ്റ് ആയിരുന്നു. അത് കാരണം എന്ന് പറഞ്ഞാൽ അത്ര കോസ്റ്റ് വന്നുള്ളൂ, വളരെ കോസ്റ്റ്. നഹാസ് എന്ന് പറഞ്ഞ സിബിസാറിന്റെ അസോസിയേറ്റ് ഉണ്ടായിരുന്നു. സിബിസാറിന്റെ അസോസിയേറ്റ് ആ പുള്ളിയായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പാട്ടുകൾ നല്ലതായിട്ട് നല്ല തിയേറ്ററിൽ റെസ്പോണ്ട് കിട്ടിയൊരു, അതിൻ്റെ ഒരു മുതൽ മുടക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്കത് റിട്ടേൺ ആയ ഒരു സിനിമയായിരുന്നു. പിന്നെ സുദിനം, അത് വിതരണമായിരുന്നു എടുത്തത്. അപ്പോൾ അതിലും കുറച്ച് കൈപൊള്ളി. അപ്പോൾ അപ്പോഴത്തേക്ക് പിന്നെ നടത്താമെന്ന് ഈ ചേട്ടൻ്റെ ഈ ചോദ്യം മതി, ഇനി അധികം മുന്നോട്ട് പോയാൽ പ്രശ്നമാകും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സ്ഥലം വിറ്റു. ഇല്ല, ഉണ്ട്. അത് ഭാഗ്യം. അപ്പം മുംബൈ കന്യാകുമാരിയാണ്
ലോക്ക് ചെയ്തു. ലോക്കൽ പൂട്ട് ചെയ്തു. നമ്മളെടുത്തൊരു പൂട്ടുക. പൂട്ടുകയാണ്. കാരണം ചില പൂട്ടൊക്കെ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഞാൻ പൂട്ട് തുറക്കാൻ പോവാണ്. എ മുംബൈ കന്യാകുമാരി. ഉത്തരം ശരിയാണ്. കൺഗ്രാചുലേഷൻസ്. അപ്പം 6000 രൂപ സമ്മാനമായി ഇതാ അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. അതാണല്ലോ അതിന്റെ ഒരു ഇത് ഇത് കറക്റ്റ്.